ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരു 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി പോവുക. ഇതിൽ കുറെ അധികം ക്വസ്റ്റ്യൻസുകൾ വളരെ റയർ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം ഏതൊക്കെയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 96 ഓഫ് ദി KCS ആക്ട് 1969. സെക്ഷൻ 96 എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? സെക്ഷൻ 96 എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ പറയുന്നു ഒഫൻസസ് ബൈ കമ്പനീസ്, അതായത് കമ്പനി ചെയ്യുന്ന കുറ്റങ്ങൾ, അതാണ് ഒഫൻസസ് ബൈ കമ്പനി എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഓപ്ഷൻ ബിയിൽ പറയുന്നു എന്താണ്? അഡ്രസ് ഓഫ് എ സൊസൈറ്റി, സംഘത്തിന്റെ അഡ്രസ്സിനെ കുറിച്ച്. ഓപ്ഷൻ സിയിൽ പറയുന്നു ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു കോപ്പി ഓഫ് ആക്ട്, റൂൾ ആൻഡ് ബൈ ലോ ടു ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നു. ഏതാണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് ആൻസർ വരിക? അപ്പൊ ഈ 96 ഇത് അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സെക്ഷൻ 96 അല്ലെങ്കിൽ 97 ഒന്നും അങ്ങനെ ആരും ചോദിച്ച് കാണാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ സെക്ഷൻ 96 ഏതാണ് ആൻസർ വരിക മക്കളെ? ഓർത്ത് വെച്ചേക്കുക, അഡ്രസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിന്റെ മേൽവിലാസം അല്ലെങ്കിൽ സഹകരണ സംഘത്തിന്റെ അഡ്രസ് ആണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 96 പറയുന്നത് ഓർത്ത് വെച്ചു കേട്ടോ. സഹകരണ സംഘത്തിന്റെ മേൽവിലാസമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പറയുന്നുണ്ട് അല്ലെ, എവറി സൊസൈറ്റി ഷാൾ ഹാവ് ആൻ അഡ്രസ് രജിസ്റ്റേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ്. പറയണ എല്ലാ സംഘത്തിനും എന്ത് വേണം? ഒരു മേൽവിലാസം വേണം, ഒരു അഡ്രസ്സ് വേണമെന്ന് പറയുന്നുണ്ട്. ആ അഡ്രസ്സിലായിരിക്കും എല്ലാ നോട്ടീസുകളും മറ്റെല്ലാ കമ്മ്യൂണിക്കേഷൻസുകളും നടക്കുക എന്നും പറയുന്നുണ്ട്. ഇനി പറയുകയാണ്, അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അല്ലെ, സംഘത്തിന്റെ മേൽവിലാസത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ചേഞ്ച് ചെയ്ത് 30 ദിവസത്തിനകമായിട്ട് നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കണം എന്നാണ് പറയുക അല്ലേ? അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം 30 ദിവസത്തിനകമായിട്ട് സംഘത്തിന്റെ അഡ്രസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ സെക്ഷൻ 96 പറയുന്നത് ഇങ്ങനെയാണ്: എവറി സൊസൈറ്റി ഷാൾ ഹാവ് ആൻ അഡ്രസ്, എവറി സൊസൈറ്റി ഷാൾ ഹാവ് ആൻ അഡ്രസ് രജിസ്റ്റേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ്. അപ്പോൾ ഈ ചട്ടവുമായി ബന്ധപ്പെട്ട് എന്താണ്, ചട്ടത്തിനനുസൃതമായിക്കൊണ്ട് എല്ലാ സംഘത്തിനും രജിസ്റ്റേർഡ് അഡ്രസ് ഉണ്ടായിരിക്കണം എന്ന് ഓർത്ത് വെക്കുക. അതിലാണ് എല്ലാ നോട്ടീസുകളും എല്ലാ കമ്മ്യൂണിക്കേഷൻസുകളും നടക്കുന്നത്. ഓക്കെ, പിന്നെ പറയുകയാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ചേഞ്ച് വരുത്തി 30 ദിവസമായിട്ട് രജിസ്ട്രാറിനെ അറിയിക്കണമെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി പറയുന്നുണ്ട് എന്താണ്? കോപ്പി ഓഫ് ആക്ട്, റൂള് ആൻഡ് ബൈലോ ടു ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 97 ഓക്കെ, അത് എല്ലാം ഒന്ന് മനസ്സിലാക്കി പോകണം കേട്ടോ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. സെക്ഷൻ 99 ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒഫൻസ് ആൻഡ് പെനാൽറ്റീസിലാണ് കമ്പനീസിന്റെ ഒഫൻസുകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒഫൻസസ് ബൈ കമ്പനി അത് സെക്ഷൻ 95 പറയുന്നത്. അപ്പൊ കമ്പനി ചെയ്യുന്ന കുറ്റങ്ങൾ അല്ലെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വേണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ആ ഒരു ചാപ്റ്ററുകളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വോറം ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ഒരു സംസ്ഥാന സഹകരണ യൂണിയന്റെ പൊതുയോഗത്തിന്റെ ക്വോറം ഏത് സെക്ഷൻ പ്രകാരമാണ് നമ്മൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? യൂണിയനുകളെ കുറിച്ച് പഠിക്കാറുണ്ട്, ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 89 പ്രകാരമാണ് അല്ലെ. 88 CCU, 89 SCCU കുറിച്ച് പറയുന്നത്. അപ്പൊ ദ ക്വോറം ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ പൊതുയോഗത്തിന്റെ ക്വോറം എത്രയാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു 25 or 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ വിച്ച് എവർ ഈസ് റെയർ. 25 അല്ലെങ്കിൽ 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ. നമ്മുടെ യൂണിയന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 1/5 അല്ലെങ്കിൽ 25 ഇതിൽ ഏതാണോ കൂടുതൽ അതെന്നാണ് ഓപ്ഷൻ എയിൽ പറയുക. ഓപ്ഷൻ ബി പറഞ്ഞു 20 or 1/4 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ വിച്ച് എവർ ഈസ് റെയർ. ഓപ്ഷൻ സിയിൽ പറഞ്ഞ 25 or 1/5 ഓഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ വിച്ച് എവർ ഈസ് ലെസ്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ 20 or 1/4 ഓഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ വിച്ച് എവർ ഈസ് ലെസ്. ഏതാണ് വരിക? ഒന്നെങ്കിൽ 20 അല്ലെങ്കിൽ യൂണിയന്റെ അംഗങ്ങളുടെ 1/4 ഇതിലേതാണോ കുറവ് അതായിരിക്കും സംഘത്തിന്റെ അല്ല കോഓപ്പറേറ്റീവ് യൂണിയന്റെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ പൊതുയോഗത്തിന്റെ ക്വോറം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് എവരി ഇലക്ടഡ് ഓർ കോപ്റ്റഡ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ അറ്റൻഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾ 50A. അപ്പൊ റൂൾ 50A ഇതിനെ കുറിച്ച് പറയുന്നത്. ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് അമെൻഡ് ചെയ്ത് വന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1-2 തവണ പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇലക്ഷന്റെ അന്ന് മുതൽ അല്ലെങ്കിൽ അവരെ കോപ്റ്റ് ചെയ്ത ദിവസം മുതൽ എത്ര നാളുകൾക്കായിട്ട് അവര് റൂള് 50A പ്രകാരമുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം? ഓപ്ഷൻ എയിൽ പറയുന്നു 6 മാസം, ഓപ്ഷൻ ബിയിൽ പറയുന്നു 1 വർഷം, ഓപ്ഷൻ സിയിൽ പറയുന്നു 9 മാസം, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 3 മാസം.
ഏതാണ് ആൻസർ വരിക? 1 ഇയർ ആണ് കേട്ടോ. അപ്പോൾ അതായത് ഒന്നെങ്കിൽ ഇലക്ഷൻ അല്ലെങ്കിൽ കോപ്റ്റ് ചെയ്യുക. അന്ന് മുതൽ ഒരു വർഷത്തിനകമായിട്ട് ഇവരുടെ റൂൾ 50A പ്രകാരമുള്ള ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം മാനേജിംഗ് കമ്മിറ്റിക്കാരെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ ഇവർക്കൊക്കെ അത്യാവശ്യം ട്രെയിനിങ്സുകൾ കൊടുക്കുന്നുണ്ട്, കാരണം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവുണ്ടാകണം അല്ലേ. ഓക്കെ, അടുത്ത പറയാണ് ദ ഇലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ഫോർ ദ ഇലക്ഷൻ ഓഫ് സർക്കിൾ യൂണിയൻ മെമ്പേഴ്സ്. അപ്പൊ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു 4500, ഓപ്ഷൻ ബിയിൽ പറയുന്നു 3000, ഓപ്ഷൻ സിയിൽ പറയുന്നു 1500, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഫീസ് ഒന്നും കൊടുക്കണ്ട. അല്ലെ, പഠിച്ചിട്ടുള്ളതാണ്. നമ്മളത് വളരെ വിശദമായിട്ട് ക്ലാസ്സസ് എടുത്തിട്ടുള്ളതാണ്. ഓർത്ത് വെച്ചേക്ക് 1500 ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്ക് CCUയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട, അതായത് എന്താ പറയുക, ഇലക്ഷൻ ഓഫ് സർക്കിൾ യൂണിയൻ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട് റെമിറ്റ് ചെയ്യേണ്ട ഫീസ്, ഇലക്ഷൻ ഫീസ് 1500 രൂപയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് all cooperative societies shall prepare and keep the books of accounts and financial statement in the manner and form included in the audit manual prepared by dash and approved by dash from time to time. ഇപ്പൊ എല്ലാ സഹകരണ സംഘങ്ങളും എന്ത് ചെയ്യണം? പ്രിപ്പയർ ആൻഡ് കീപ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, എല്ലാ അക്കൗണ്ട്സുകളും എല്ലാ സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതും ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഫോമിലാണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഇൻക്ലൂഡ് ഇൻ ദ ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർഡ് ബൈ. ഇപ്പൊ ഓഡിറ്റ് മാനുവൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആരോ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ, അതിന്റെ അപ്രൂവ് ഡാഷ് എന്നാണ് പറയുക. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് പറയുന്നുണ്ട്? ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർഡ് ബൈ ദ രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്ത ഓഡിറ്റ് മാനുവലും അതുപോലെ തന്നെ അത് ആര് അപ്രൂവ് ചെയ്യണം? ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം അല്ലെ. പറയുന്നുണ്ട് എന്താണ് പറയുക എന്നാണ് മനസ്സിലാക്കി പോവുക. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും അവരുടെ അക്കൗണ്ട്സുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഫോമിലാണെന്ന് എവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം പറയുന്നുണ്ട്. രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ അപ്രൂവ് ചെയ്തതുമായ ഓഡിറ്റ് മാനുവലിൽ പറഞ്ഞിട്ടുള്ള രീതിയിലും ആ ഫോമിലും അല്ലെ ആ രീതിയിലായിരിക്കണം എല്ലാ സംഘങ്ങളും അവരുടെ അക്കൗണ്ട്സുകളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതും കീപ്പ് ചെയ്യേണ്ടതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചെറിയ അല്ലെ ഒരു 8 മിനിറ്റ് വീഡിയോ അല്ലെ 7 മിനിറ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ പരിചയപ്പെടാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു പോയതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക്